ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിന്ന് 2 വീക്സ് കൊണ്ട് തന്നെ നല്ല ഗ്ലോ ആയിട്ടും ബ്രൈറ്റ് ആയിട്ട് വെക്കാനായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഡേർട്ട് അതുപോലെയുള്ള ആവശ്യമില്ലാത്ത ഓയിൽ ഇതെല്ലാം നല്ല ക്ലീൻ ചെയ്ത് ഫേസ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യേണ്ടതാണ്. ഫേസ് വാഷ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത്. അതിന് പകരം നമ്മൾ ക്ലെൻസർ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ് വാഷസ് യൂസ് ചെയ്യുക. അത് അവരവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്ലെൻസറാണ്. അതുപോലെ ഓയിലി സ്കിന്നുകാർക്ക് നോർമൽ സ്കിന്നുകാർക്കൊക്കെ ഫേസ് വാഷസാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ഏറ്റവും യോജിക്കുന്നത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. അതുപോലെ പിമ്പിൾസ്, ആക്നെ അങ്ങനെ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫേസ് വാഷസ് അല്ലെങ്കിൽ ക്ലെൻസർ ചൂസ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു 30 സെക്കൻഡ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മുടെ ഡേർട്ടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു ഓയിൽ, എന്തെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. അതിന് ശേഷം നമ്മൾ വൃത്തിയുള്ള ടവൽ കൊണ്ട് മാത്രം തുടയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാറ്റടിച്ച് ഉണങ്ങാനായിട്ട് വിടുക. അതിനുശേഷം ഫേസൊക്കെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഇനി പറയുന്നത് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഫേസ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു ഫേസ് സിറമാണ് വേണ്ടത്. ഇതിനായിട്ട് നമുക്കൊരു വൈറ്റമിൻ സി സിറം ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റായിട്ട് വെക്കാനും അതുപോലെ ഗ്ലോയിങ് ആയിട്ട് വെക്കാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സിറമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്ന് ഒരുപാട് ഏജിങ് പ്രോസസ്സിനെ സ്ലോ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഒരു 3 ഡ്രോപ്സ് വൈറ്റമിൻ സി സിറം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതുപോലെ ഓയിൽ സ്കിന്നുകാരാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ്. SPF 30 എബോവ് ഉള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൈറ്റും നമ്മളിതുപോലെ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കുക. വൈകുന്നേരം ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് ഡ്രൈ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് മിസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ടോണറോ യൂസ് ചെയ്യാം. തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. അത് ഒരിക്കലും നമ്മുടെ സ്കിൻ കെയറിൽ അർജൻറ്റായിട്ടുള്ളൊരു കാര്യമേ അല്ല ഈ ടോണർ എന്ന് പറയുന്നത്. നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ 30 അല്ലെങ്കിൽ 30 എബോവ് ഏജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റെറ്റിനോൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുക. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറഞ്ഞ പെർസെൻറ്റേജ് ഉള്ളത് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്ലി 2 തവണ മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ബിലോ 30 ഏജിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയാസിനമൈഡ് സിറമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സ്കിന്നിൽ ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഓയിൽ ബാലൻസ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സിറമാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് അതുപോലെ പഫിനെസ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു ഐ ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ലിപ് ബാം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിഗ്മെൻ്റഡ് ലിപ്സ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കണം, എങ്കിലേ നമുക്ക് അകത്തു നിന്നുള്ള ഗ്ലോ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ആയിട്ട് ഇൻടേക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ടാബ്ലറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. വൈറ്റമിൻ സി ടാബ്ലറ്റ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വൈറ്റമിൻ സിയുടെ ച്യൂബിൾ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ മതി, കിട്ടുന്നതാണ്. അതൊരു 2 to 3 months ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ട്സുകളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഏതെങ്കിലും ബ്രാൻഡ് റെക്കമെൻഡേഷൻ, ഏത് സ്കിന്ന് യൂസ് ചെയ്യുന്ന ഏതാണ്, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.